നമസ്കാരം. റിയൽ ന്യൂസ്. ഉള്ളിയേരി സർവീസ് സഹകരണ ബാങ്ക് 50ാം വാർഷികാഘോഷം സമാപനത്തിൻ്റെ ഭാഗമായി സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചു. ചലച്ചിത്ര താരവും സംവിധായകനും സംസ്ഥാന ക്ഷേമനിധി ബോർഡ് ചെയർമാനുമായ മധുപാൽ ഉദ്ഘാടനം ചെയ്തു. കല മനുഷ്യ മനസ്സിനെ മൂല്യബോധമുള്ളതാക്കി മാറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞു. തുടർന്ന് ആസ്വാദകരെ ആനന്ദ നിർവൃതിയിൽ അലിയിച്ച് അലോഷി പാടി. ഉള്ളിയേരി സർവീസ് സഹകരണ ബാങ്ക് ആകാശമിഠായി എന്ന പേരിൽ സംഘടിപ്പിച്ച സുവർണ ജൂബിലി ആഘോഷം സാംസ്കാരിക പരിപാടികളോടെയാണ് സമാപിച്ചത്. ചലച്ചിത്ര താരവും സംവിധായകനും സംസ്ഥാന സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാനുമായ മധുപാൽ ഉദ്ഘാടനം ചെയ്തു. കല മനുഷ്യനെ മൂല്യബോധമുള്ളവരാക്കി മാറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരുപാട് ആളുകളുമായിട്ട് സഹകരണവും തീർച്ചയായിട്ടും ഇതിനുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എല്ലാ നല്ല മനസ്സുകൾക്കും ഹൃദയം നിറഞ്ഞ് നവവത്സരാശംസകൾ നേരുന്നു. തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊക്കെ ഈ വർഷം തുടങ്ങുന്ന സമയത്ത് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുന്നത്. തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളാണ് നമുക്ക് ആവശ്യം. കാരണം തീരുമാനങ്ങൾ എടുക്കാൻ എളുപ്പമാണ്, പക്ഷെ എടുത്തു കഴിഞ്ഞാൽ അത് നടത്തിക്കൊണ്ടു പോകാനാണ് പലപ്പോഴും നമ്മളാൽ കഴിയാതെ പോകുന്നത്. അപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളും പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും എല്ലാം സത്യസന്ധവും ധർമ്മിഷ്ഠവും നീതിപൂർവവുമായിട്ട് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ചേർത്ത് നിർത്തുന്നതാകണം എന്നുള്ള ഒരു തീരുമാനമായിരിക്കട്ടെ ഇനിയുള്ള കാലത്തേക്കും. അത് നമുക്കും വരാനിരിക്കുന്ന തലമുറയ്ക്കുമെല്ലാം ഗുണകരമാകുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ പരസ്പരം സഹായിച്ചുകൊണ്ട് പരസ്പരം ഒന്നിച്ചു നിന്നുകൊണ്ട് കഴിയട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ വിഭാഗങ്ങളിലുള്ളവർക്കായി നടത്തിയ രചനാ മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള ഉപഹാരങ്ങളും സമ്മാനങ്ങളും ചടങ്ങിൽ വെച്ച് ചലച്ചിത്ര താരം സുധി കോഴിക്കോട് വിതരണം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് VK വിജയൻ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P നാസർ, സിനിമാ സംവിധായകൻ ഗിരീഷ് ദാമോദർ, ബാങ്ക് വൈസ് പ്രസിഡന്റ് ഒള്ളൂർ ദാസൻ, സെക്രട്ടറി മോൻസി വർഗീസ്, ഡോക്ടർ P സുരേഷ്, ശിവദാസ് ഉള്ളിയേരി, ബാബുരാജ് കുന്നത്തറ എന്നിവർ സംസാരിച്ചു. തുടർന്ന് അലോഷി പാടുന്നു പരിപാടിയും അരങ്ങേറി. പരിപാടി ആസ്വദിക്കാൻ നിരവധി പേരാണ് ആസ്വാദകരായി എത്തിയത്. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.